6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഭാര്യമാർക്കുള്ള ഉപദേശം, ഇൻസ്ട്രക്ഷൻ ടു ക്രിസ്ത്യൻ വൈഫ്സ്, ഭാര്യമാർക്കുള്ള ഉപദേശം. ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാരോട് എങ്ങനെ പെരുമാറണം? 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. 1 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ചു അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കൾ ആയിത്തീർന്നു. ഈ പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത് അക്ഷയഭൂഷണം, ക്ഷയിക്കാത്ത അലങ്കാരം. എന്നിട്ട് മറ്റൊരു പദം പറയുന്നുണ്ട്, ഇങ്ങനെയല്ലയോ വിശുദ്ധ സ്ത്രീകൾ, വിമൻ. അപ്പം ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ ഭാര്യമാരോട് ബഹുമാനത്തോടും വിനയത്തോടും പെരുമാറണം എന്ന് പത്രോസ് ഉപദേശിക്കുകയാണ്. ഒരു സംശയം നമുക്ക് വരും, ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് എപ്പോഴും കീഴ്പ്പെട്ട് അടിമകളായി ജീവിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. അല്ലെങ്കിൽ ഭർത്താക്കന്മാരെക്കാളും ഭാര്യമാർ താഴ്ന്നവരെന്നുള്ള ആശയത്തിലല്ല പത്രോസ് പറയുന്നത്. ഇതിന്റെ പിൻപിൽ ഒരു തിയോളജിക്കൽ ആസ്പെക്ട് ഉണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത്. എന്നറിയാമോ? ദൈവം സ്ഥാപിച്ച ഒരു കുടുംബക്രമമുണ്ട്. ഇപ്പോഴത്തെ പുസ്തകങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്താൽ സ്ഥാപിതമായ ഒരു കുടുംബത്തിന്റെ ക്രമം, അത് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ഇവിടെ എടുത്തു പറയാം. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവര് ബഹുമാനത്തോടും വിനയത്തോടും ഭർത്താക്കന്മാരോട് ഇടപെടണമെന്ന് പത്രോസിലൂടെ അവരെ ഉപദേശിക്കുക. അപ്പോൾ ചില ഭർത്താക്കന്മാർ നമുക്കറിയാം, അവർ കുടുംബജീവിതത്തിൽ വിശ്വാസികളായിരിക്കണമെന്നില്ല. പക്ഷേ ഈ വചനത്തിൽ പറയുന്നു, എന്നാൽ ഭാര്യയുടെ നല്ല ജീവിത പെരുമാറ്റവും വിശുദ്ധമായ ജീവിത ശൈലികളും ഈ വിശ്വാസ ജീവിതത്തിൽ അല്ലാത്ത ഭർത്താക്കന്മാരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനായി ഇവരുടെ നല്ല പ്രവൃത്തികളാൽ ഇടയായിത്തീരും. എനിവേ പത്രോസ് പറയുന്നത്, വിശ്വാസികളല്ല എങ്കിൽ പോലും നിങ്ങളുടെ നല്ല പെരുമാറ്റങ്ങൾ കണ്ടിട്ട്, നല്ല ശീലങ്ങൾ കണ്ടിട്ട്, നിങ്ങളുടെ നല്ല താഴ്മ കണ്ടിട്ട് അവർ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ ഒരു വിഷയം, വാക്കുകളേക്കാൾ ജീവിത സാക്ഷ്യമാണ് വലുത്. നമ്മുടെ വാക്കുകളേക്കാൾ ജീവിത സാക്ഷ്യമാണ് ഏറ്റവും സാക്ഷ്യമായിട്ടുള്ളത്. ക്രിസ്ത്യൻ വിറ്റ്നസ് ഒരു വലിയ വിഷയം, ക്രിസ്തീയ സാക്ഷ്യം. ഇനിയും പത്രോസ് പറയുന്ന അക്ഷയഭൂഷണമായ ക്ഷയിക്കാത്ത സൗന്ദര്യത്തെ കുറിച്ച് പത്രോസ് പറയും. സ്ത്രീകളുടെ യഥാർത്ഥ സൗന്ദര്യം ആഭരണങ്ങളിലോ വസ്ത്രങ്ങളിലോ അല്ല, സൗമ്യതയും ശാന്തതയും നിറഞ്ഞ ഹൃദയമാണ്
ദൈവം പോലും ഏറ്റവും പ്രസാദിക്കുന്നത്. അപ്പോൾ പൊന്നു ധരിക്കുന്നതോ വസ്ത്രം ധരിക്കുന്നുള്ള ആ വിഷയത്തെക്കാൾ ഉപരി യഥാർത്ഥമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ സൗന്ദര്യം ആഭരണങ്ങളിലോ വിലയേറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിലോ അല്ല, സൗമ്യതയും ശാന്തതയും നിറഞ്ഞ ഹൃദയമാണ് ഏറ്റവും മികച്ച സൗന്ദര്യം. ഇവിടെ അതിൻ്റെ ഒരു ഉദാഹരണം ആത്മാവിൽ പത്രോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വിശ്വാസികളുടെ പിതാവായിരുന്ന അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറ ദൈവത്തിൽ വിശ്വസിച്ചും ഭർത്താവിനെ ആദരിച്ചും ബഹുമാനിച്ചും ജീവിച്ച ആ സാറായെ സ്ത്രീകൾക്കൊരു മാതൃകയായി പത്രോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സാറ അബ്രഹാമിനെ വിളിച്ചിരുന്ന യജമാനനെ എന്നാണ്. അഡോണായി യജമാനനെ. എത്രമാത്രം അബ്രഹാമിനെ, തന്റെ ഭർത്താവിനെ എത്രമാത്രം ബഹുമാനിച്ചു. അപ്പൊ ഈ ഒരു നിലയിലേക്ക് ക്രിസ്തീയ വിശ്വാസികളായിരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട, വിളിക്കപ്പെട്ട, അത് അപ്പോയിന്റ് ചെയ്യപ്പെട്ട, അനോയിന്റ് ചെയ്യപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ, നമ്മള് കോളിംഗ്, വിളിച്ചത്, ഇലക്റ്റഡ് ആൻഡ് സെലക്റ്റഡ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ, നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുക ഓരോ സ്ഥാനങ്ങളിലേക്ക്. കൂടാതെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? അനോയിന്റ് ചെയ്തിരിക്കുക. നമ്മള് അത് ആത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് നിങ്ങൾ ദൈവസന്നിധിയിൽ ശാന്തതയോടെ, വിശുദ്ധിയോടെ, കീഴ്പ്പെട്ട് ആയിരിക്കണമെന്ന്. അപ്പൊ ഇവിടെ പത്രോസ് നല്ല മാതൃക പറഞ്ഞിരിക്കുന്നത് സാറയെ കുറിച്ചാണ്. നമുക്കറിയാം, ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഒന്ന്, അത് പുറമേയുള്ള ഭംഗിയേക്കാൾ ഉള്ളിലെ വിശുദ്ധമായ സ്വഭാവമാണ് ഏറ്റവും വിലപ്പെട്ടത്. ബാഹ്യമായ സൗന്ദര്യത്തെക്കാളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ വിശുദ്ധമായ സ്വഭാവമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന്. ക്രിസ്ത്യൻ ക്യാരക്ടർ ഈസ് മോർ വാല്യുബിൾ ദാൻ ഔട്ട്വേർഡ് ബ്യൂട്ടി. അപ്പൊ നമ്മുടെ സ്വഭാവമാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. നല്ല ജീവിതം മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കും. നിങ്ങൾ നല്ല നടപ്പ് കണ്ടിട്ട്, അപ്പോൾ നല്ല ജീവിതം, ബിഹേവിയർ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കും. നല്ല ബിഹേവിയർ എന്ന് പറയുമ്പോൾ ഗോഡ്ലി ബിഹേവിയർ. ഗോഡ്ലി ബിഹേവിയർ ക്യാൻ ബിക്കം എ പവർഫുൾ വിറ്റ്നസ്, വലിയ സാക്ഷ്യമായി തീരുക. അങ്ങനെ നമുക്ക് ഈ ആദ്യത്തെ പാരഗ്രാഫിൽ മനോഹരമായ കാര്യങ്ങൾ പത്രോസ് നമ്മളെ പഠിപ്പിക്കും. ഇനി 3:7 3:7 അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് കൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. ആമേൻ. ഭാര്യമാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്. ഭർത്താക്കന്മാർക്കുള്ള ഒരു ഉപദേശം, ഇൻസ്ട്രക്ഷൻസ് ടു ഹസ്ബൻഡ്സ്. ഭർത്താക്കന്മാർക്കൊരു വലിയ ഉത്തരവാദിത്വം. ഭാര്യമാരെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അവരോട് എങ്ങനെയാണ് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അവരോടൊപ്പമായി വസിക്കണം. ആരെയും ഭർത്താവും ദൈവകൃപയുടെ ഒരേ അവകാശികളാണ് ഭാര്യയും ഭർത്താവും. ഇത് മനസ്സിലാക്കി സ്ത്രീകൾക്ക് ഏത് ബലഹീനതകളെ മനസ്സിലാക്കി
അവരോട് സ്നേഹത്തോട് ഇടപെടണം, ബഹുമാനത്തോട് ഇടപെടണം. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഭാര്യയെ അവഗണിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുവാൻ പാടില്ല. അപ്പോൾ ഭാര്യയെ ബഹുമാനിക്കാഞ്ഞാൽ ഭർത്താവിന് സംഭവിക്കാമെന്നറിയാമോ? ഭർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഏറ്റവും പ്രധാനം പ്രാർത്ഥനാ ജീവിതമാണ്. ആ പ്രാർത്ഥനാ ജീവിതത്തിന് തടസ്സം വരാതിരിക്കാൻ ഭാര്യമാരോട് വിവേകത്തോടുകൂടി ഇടപെടണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇവിടെ പത്രോസ് ഭർത്താക്കന്മാർക്ക് നൽകുന്നു. അപ്പം കുടുംബജീവിതത്തിൽ സ്നേഹവും ബഹുമാനം, mutual love and mutual respect is an inevitable thing in the family life. അപ്പോൾ പരസ്പരമുള്ള സ്നേഹവും പരസ്പരമുള്ള ബഹുമാനവും കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഇവിടെ പത്രോസ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യൻ ഫാമിലി ലൈഫ് ഈസ് ബേസ്ഡ് ഓൺ ലവ്, ഓണർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. 3 കൂട്ടം കാര്യങ്ങൾ. ക്രിസ്ത്യ ജീവിതം ഇതെല്ലാം ഇത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പറയുമ്പോൾ തമ്മിലുള്ള സ്നേഹം, തമ്മിൽ ബഹുമാനിക്കുന്ന മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പരം അറിയുക, അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട. നമുക്കറിയാം, നമ്മള് സാധാരണയായി അത് തെറ്റിദ്ധരിക്കുന്ന ഒരു വേർഡ്, അത് ആദാം ഹവ്വയെ പരിഗ്രഹിച്ചു എന്നൊരു പദമുണ്ട്. ഈ പരിഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നാൽ എന്താ അറിയാമോ? ടു നോ, അറിഞ്ഞു എന്നുള്ളത്. അറിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള അർത്ഥമാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റെന്തെങ്കിലുള്ള അർത്ഥങ്ങളല്ല. അണ്ടർസ്റ്റാൻഡിങ്. ആദം ഹവ്വയെ അറിഞ്ഞു, അബ്രഹാം സാറയെ അറിഞ്ഞു, ഇസ്ഹാക്ക് റിബേക്കയെ അറിഞ്ഞു. നോക്കിയേ, കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നറിയാമോ? മ്യൂച്വൽ ലവ്, ഓണർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അടുത്ത പറയുന്നത് അത് കുടുംബ ബന്ധങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തെയും ബാധിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥമുണ്ടോ? ഭാര്യ ഭർത്താവ് തമ്മിൽ അത് വിവേകത്തോടെ പരസ്പരം ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ അത് ബാധിക്കും. പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നാമും ദൈവവും തമ്മിലുള്ളതായ ബന്ധത്തിന് വിള്ളൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടായിത്തീരും. ഇങ്ങനെ ഏറ്റവും പരമപ്രധാനമായ വിഷയങ്ങൾ പത്രോസ് ആ ഭാഗത്ത് അത് പഠിപ്പിച്ചതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് നടക്കുകയാണ്. അത് 8 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. 8 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. 8 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. തീർച്ചയ്ക്ക് എല്ലാവരും ഏകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സിലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. ദോഷത്തിന് ദോഷം, ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ആമേൻ. 8 മുതൽ 12 വരെ പഠിക്കുമ്പോൾ ലിവിങ് ഇൻ ഹാർമണി. അപ്പം ഭാര്യമാരോട് പറഞ്ഞു, ഭർത്താക്കന്മാരോട് പറഞ്ഞു. ഇത് പറയുന്നത് ഇങ്ങനെന്നറിയാം, സകല വിശ്വാസികളോടുമായിട്ട് പറയുകയാണ്. പരസ്പരമുള്ള സ്നേഹത്തെ, കുടുംബ ബന്ധത്തെ കുറിച്ച് പറഞ്ഞ്, കുടുംബങ്ങൾ ചേരുന്നതാണല്ലോ സഭ. അപ്പൊ ഇങ്ങനെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പത്രോസ് ഇതെന്നറിയാമോ, വിശ്വാസികളോട് മൊത്തമായിട്ട് ഇങ്ങനെ പറയുക, നിങ്ങൾ സൗഹൃദമായി ജീവിക്കണം. ലിവിങ് ഇൻ ഹാർമണി. സകല വിശ്വാസികൾക്ക് ഉപദേശം എല്ലാവരോടുമായി പറയാം. എന്താ പറയാ? ലിവിങ് ഇൻ യൂണിറ്റി. നിങ്ങൾ ഐക്യത്തോടെ ജീവിക്കണം.
രണ്ട്, നിങ്ങൾ അനുകമ്പയുള്ളവരായിരിക്കണം. ഷോ കമ്പാഷൻ, പരസ്പരം സ്നേഹിക്കണം. ലവ് വൺ അനദർ, ബി ഹംബിൾ, വിനയമുള്ളവരായിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ ദോഷത്തിന് പകരം അനുഗ്രഹം ചെയ്യുന്നവരായിരിക്കണം. ശപിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കുന്നവരായി തീരണം. ദോഷത്തിന് പകരം അനുഗ്രഹം, റിട്ടേൺ ബ്ലെസ്സിങ് ഇൻസ്റ്റെഡ് ഓഫ് ഈവിൾ. അപ്പോൾ നമുക്ക് തിന്മ ചെയ്യുന്നവർക്ക് അവർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നന്മ നാം അവർക്ക് ചെയ്തു കൊടുക്കണം. ഈ ഒരു ആഴമേറിയ വിഷയം, പ്രതികാരം ചെയ്യാതെ നന്മ ചെയ്യുന്നത്, അതാണ് ക്രിസ്തുവിന്റെ വഴി. The way of Jesus Christ. എന്നറിയാമോ? എന്റെ ചെകിട്ട തെളിച്ചവന് മറ്റേ ചെകിട്ടും കൂടെ കാണിച്ചു കൊടുക്കുന്ന അനുഭവം. അപ്പോൾ പ്രതികാരം ചെയ്യാതെ നന്മ ചെയ്യുന്നതാണ് ക്രിസ്തുവിന്റെ വഴി. അപ്പോൾ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കൾ തിരഞ്ഞെടുക്കേണ്ടതും ഫോളോ ചെയ്യേണ്ടതും ലോകത്തെ അല്ല, ക്രിസ്തുവിന്റെ വഴിയിൽ കൂടെ മാത്രമേ നടക്കാവൂ. ഇങ്ങനെയുള്ള വലിയൊരു ആത്മീയ മർമ്മം ഇവിടെ പത്രോസ് നമുക്ക് വെളിപ്പെടുത്തി തരിക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 13 മുതൽ 17 വരെ. പതിമൂന്ന് മുതൽ 17 വരെയുള്ള വാക്യം. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദൂഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നത് ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ആമേൻ. നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുക, അതാണ് ആ പാരഗ്രാഫിന്റെ പ്രധാനപ്പെട്ട ആശയം. നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുക, സഫറിങ് ഫോർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇവിടെ കർത്താവിന്റെ സർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പത്രോസ് ഇവിടെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നു. അതുമായിട്ട് താരതമ്യം വരുന്ന റിസംബിൾഡ് ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്നറിയാമോ? നല്ലത് ചെയ്തിട്ടും വിശ്വാസികൾക്ക് കഷ്ടതകൾ വരാം. നല്ല പ്രവൃത്തികളെ ചെയ്യുന്നത്, നല്ല ജീവിതമാണ് നയിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോഴും വിശ്വാസികൾക്ക് കഷ്ടതകൾ വരാം. എന്നാൽ നീതിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നവർ ദൈവസന്നിധിയിൽ ജീവന്മാരാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം ഗിരിപ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അപ്പൊ ഇതേ കാര്യം പത്രോസിലൂടെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ മനുഷ്യനെ ഭയപ്പെടാതെ ക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ ബഹുമാനിക്കണം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ടാലും നാം അതിൽ ഭയപ്പെട്ടു പോകരുത്. നല്ലത് ചെയ്തിട്ട് നന്മ പ്രവർത്തിച്ചിട്ടും കഷ്ടങ്ങൾ വരുമ്പോൾ എന്താ, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് ആരെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് അത് പറയുന്നു. നന്മ ചെയ്തിട്ടും നാം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് ദൈവഹിതമെന്നുള്ള ഒരു ആശയത്തിൽ നാം അതിനെ കാണണം എന്ന് പത്രോസിലൂടെ വളരെ വ്യക്തമായി പറയും. നിങ്ങൾ കഷ്ടം സഹിക്കണം, ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. തിന്മ പ്രവൃത്തികൾ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നു, അതിനകത്തൊന്നും വലിയ
വലിയ പ്രാധാന്യം ലോകം പോലും കാണുകയില്ല. പക്ഷേ നന്മ ചെയ്തിട്ടും പിന്നെയും പിന്നെയും കഷ്ടമാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും കഷ്ടങ്ങളെന്ന് വരിക. നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ദൈവഹിതമാണെങ്കിൽ നാം ആ കഷ്ടങ്ങളുടെ നടുവിലും സന്തോഷിക്കണം. വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമായിട്ട് പത്രോസ് പറയുന്നു. ഇനി 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ പ്രത്യാശയെ കുറിച്ച് നമ്മൾ പലരും ചോദിക്കും. നമ്മുടെ പ്രത്യാശയെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം എങ്ങനെ കൊടുക്കണമെന്ന് അറിയാമോ? സൗമ്യതയോടും ബഹുമാനത്തോടും കൂടി വേണം നാം മറുപടി ചെയ്യേണ്ടത്. Always be ready to give an answer to everyone who asks you the reason for the hope. നമ്മുടെ പ്രത്യാശയുടെ കാരണം എന്താണ്? നമ്മുടെ മുഖത്തിന്റെ സന്തോഷത്തിന്റെ കാരണം എന്താണ്? കഷ്ടങ്ങളിൽ നമ്മൾ പാട്ടുപാടുന്നു, കഷ്ടങ്ങളിൽ നമ്മൾ സന്തോഷിക്കുന്നു, ഇല്ലായ്മയിൽ നമ്മൾ ഉള്ളവരെ പോലെ ആയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം. ആ സന്തോഷത്തിന്റെ റീസൺ, അതിനെക്കുറിച്ച് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ സൗമ്യതയോടും ശാന്തതയോടും അതിന് മറുപടി നൽകണം എന്ന് നമ്മളെ പത്രോസിലൂടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പാസേജുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസത്തെ കുറിച്ച് വിശദീകരിക്കുവാൻ നാം ഏത് സമയത്തും, നമ്മുടെ പ്രത്യാശയെ കുറിച്ച് വിശദീകരിക്കുവാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം. നമ്മൾ ചോദിക്കും. 2, അത് മനസ്സിലാക്കും, നല്ല മനസാക്ഷിയും നല്ല ജീവിതവും ദൈവമഹിമയ്ക്ക് മുഖാന്തരമായി തീരും. പ്രത്യാശയെ കുറിച്ച് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ പ്രത്യാശയോടെ നമ്മൾ മറുപടി ഒക്കെ നൽകുമ്പോൾ നമ്മുടെ നല്ല മനസാക്ഷി കഷ്ടങ്ങളുടെ നടുവിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന, കഷ്ടം സഹിക്കുമ്പോഴും ആശ്വസിപ്പിക്കുക, ഒന്നുമില്ല പക്ഷേ എല്ലാം ഉള്ളവരെ പോലെ. പൗലോസിന്റെ വലിയ ചിന്തനീയമായൊരു വാക്യമുണ്ട്, അറിയാമോ? പൗലോസ് പറയുന്നു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. ബലഹീനനാണ്, അപ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. When I am weak, then I am strong. ഞാൻ ബലഹീനനാവുമ്പോൾ ഞാൻ ശക്തനായി മാറുകയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ബലഹീനതയിൽ ബലഹീനത. പക്ഷേ പൗലോസ് പറയുന്നു, ബലഹീനനാവുമ്പോൾ ഞാൻ ശക്തനായി മാറുകയാണ്. അപ്പൊ നോക്കിയേ, നമ്മുടെ കഷ്ടങ്ങളെ കുറിച്ച്, നമ്മുടെ വേദനകളെ കുറിച്ചൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ നാം ആ സാഹചര്യത്തിൽ വളരെ ശാന്തതയോട് മറുപടി പറയണം എന്ന് പത്രോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി അതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ 18 മുതൽ 22 വരെ 18 മുതൽ 22 വാക്യം. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി വിട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷയേൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ആമേൻ. 18-22 വാക്യങ്ങൾ വേദശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ, തിയോളജിയൻസിന്റെ ഇടയിൽ ചർച്ചകൾ നടന്നിട്ടുള്ളൊരു വാക്യമാണ്. അപ്പോൾ ഇവിടെ യേശു കർത്താവിന്റെ കഷ്ടപ്പാടും അപ്പോൾ തന്നെ യേശു കർത്താവിന്റെ വിജയവും ജയവും, അപ്പോൾ കഷ്ടതയ്ക്ക് ശേഷം ഒരു ജയമുണ്ടെന്നുള്ള ഒരു വലിയ വിഷയം അതുകൊണ്ട്. ക്രൈസ്റ്റ് വിക്ടറി ത്രൂ സഫറിങ്.
കഷ്ടതയുടെ നടുവിൽ കഷ്ടതയിൽ കൂടെ വിജയം പ്രാപിച്ച നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ ഫോളോ ചെയ്ത നമ്മൾ കഷ്ടതകൾ വരുമ്പോൾ അതിന്റെ പിൻപിലൊരു വിക്ടറി ഉണ്ടെന്നുള്ള വലിയൊരു ചിന്ത ഇവിടെ പത്രോസ് നമുക്ക് നൽകി തരുന്നുണ്ട്. അപ്പോൾ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. പഠിക്കുമ്പോൾ ക്രൈസ്റ്റ് സഫേർഡ് വൺസ് ഫോർ സിൻസ്, പാപങ്ങൾക്ക് വേണ്ടി അതിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരിക്കലായി കഷ്ടം സഹിച്ചു. ആ കഷ്ടം എത്ര വർണ്ണിച്ചാൽ നമുക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലാൻ കഴിയില്ല. അത്രമാത്രം കഷ്ടം. എന്നാൽ എന്നറിയാമോ, പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കലായുള്ള കഷ്ടപ്പാടുകൾ. അപ്പോൾ നീതിമാന്റെ കഷ്ടങ്ങൾ അനീതി ചെയ്യുന്നവർക്ക് വേണ്ടി വലിയ ചിന്തയാണ്. നീതിമാനായ നമ്മുടെ കർത്താവിന്റെ കഷ്ടതകൾ അനീതി പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയായിരുന്നു. The righteous for the unrighteous. നീതിമാനായ കർത്താവ് നീതികെട്ടവർക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. സാധാരണ അങ്ങനെ ആരും ചെയ്യാറില്ല. എന്തുവേണ്ടിയാ? To bring us to God. നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. നമ്മളെ എന്താ പറയുമോ, റിക്കൺസിൽ ചെയ്യുക, നമ്മള് അടുപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നാം കഷ്ടം അനുഭവിക്കേണ്ട സ്ഥാനത്ത്, നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ചു. നാം അഭക്തരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവ്. അത് അറ്റോൺമെന്റ്, വൺ മെന്റൽ നമ്മൾ മാറ്റിയെടുത്താൽ ഒരിക്കലായി മാറ്റാലാകെ എന്നാണ് അതിന്റെ ഗ്രീക്ക് ടൈം കൊടുത്തിരിക്കും. ഒരിക്കലായി കഷ്ടം സഹിച്ചു. ഇവിടെ 19 നമ്മളെ പഠിപ്പിക്കുന്നത് 19-20 വാക്യം വളരെ പുതിയ നിയമ പുസ്തകങ്ങളിലെ വളരെ പ്രധാനമായിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഒത്തിരി കോൺട്രവേഴ്സീസ്, ഒത്തിരി ചർച്ചകൾ നടത്തുന്ന ഒരു ഭാഗം. എന്നറിയാമോ, യേശു കർത്താവ് പ്രസംഗിച്ചു സ്പിരിറ്റ്സ് ഇൻ പ്രിസൺ, തടവിൽ കിടന്ന ആത്മാക്കൾ. അപ്പൊ ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഒന്ന് പഠിക്കുമ്പോൾ ഇത് ഫാളൻ ഏഞ്ചൽസ്, വീണുപോയ ദൂതന്മാരോട് ചെന്ന് പ്രസംഗിച്ചതായിട്ട് ഒരു പഠനമുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ ഇവിടെ തന്നെ പറഞ്ഞ നോഹയുടെ കാലത്ത് ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇനി ഇതിലൊക്കെ ഉപരിയായിട്ട് മറ്റുള്ളൊരു കാര്യം, യേശു കർത്താവ് തന്റെ വിജയം താൻ തന്നെ ഘോഷിക്കുക, സകല അത് മരിച്ച ആത്മാക്കൾ കടലിലുള്ളവരോടായി ഘോഷിക്കുന്നു എന്നുള്ള ആഴമേറിയ ഒരു പഠനവും ഇതിന്റെ പിൻപിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. എനിവേ നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ ആരെയും നോ വൺ ലീവ് ബിഹൈൻഡ്, കർത്താവ് ആരെയും പിന്നിലാക്കി കളയുന്നില്ല, സകലരോടും സുവിശേഷം അറിയിക്കും. അപ്പൊ ഇവിടെ സ്നാനത്തിന് ഒരു കമ്പാരിസൺ നടത്തിയിട്ടുള്ളത് എന്താ അറിയാമോ? നോഹയുടെ കാലത്തെ ജലപ്രളയത്തെ സ്നാനവുമായി താരതമ്യം ചെയ്തിരിക്കുകയാണ്. ഈ സ്നാനത്തെ കുറിച്ച് അറിയാൻ നമ്മളെല്ലാവരും സ്നാനപ്പെട്ട് നാളുകളായിട്ട് സ്നാനം നടത്തി, എത്രയോ സ്നാനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, മറ്റുള്ളവർ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് സ്നാനം എന്നതിനെ കുറിച്ച് പത്രോസ് വലിയൊരു ചിന്ത പറയുന്നത് എന്തറിയാമോ? സ്നാനം കേവലം വെള്ളം കൊണ്ട് പുറം കഴുകുന്നതല്ല, യേശു ക്രിസ്തുവിന്റെ
ഉയർത്തെഴുന്നേൽപ്പിനുള്ള വിശ്വാസത്തിന്റെ ബാഹ്യമായ പ്രഖ്യാപനമാണ്. യേശുക്രിസ്തുവിനോട് കൂടെ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ. അപ്പം റോമാലേഖനം 6-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനങ്ങളിൽ നാം പങ്കാളികളായി തീരുവാൻ. അപ്പൊ എന്താ പറയുക, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ആ റിസറക്ഷനോടെ ഉള്ള വിശ്വാസത്തിന്റെ ആദ്യമായ പ്രഖ്യാപനമാണ് സ്നാനം. പത്രോസ് വളരെ ശക്തമായ നിലയിൽ നമ്മെ ഇത് പഠിപ്പിക്കുകയാണ്. അപ്പം യേശുക്രിസ്തു അത് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. എല്ലാ ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും യേശു കർത്താവിന്റെ കീഴിലാണ്. 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സകല അധികാരങ്ങൾ, ഫൈനൽ അതോറിറ്റി, സുപ്രീം അതോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പം ഈ 3-ാം അധ്യായത്തിലേക്കൂടെ കടന്നു വരുമ്പോൾ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചില വിഷയങ്ങൾ കാണാൻ കഴിയുന്നു. ഒന്ന്, കഷ്ടതയ്ക്ക് ശേഷം ഒരു മഹത്വ ദിനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഷ്ടങ്ങളിലും സന്തോഷിക്കണം പറയുന്നത്. ഈ മർമ്മം വെളിപ്പെട്ട ദൈവമക്കൾ കഷ്ടങ്ങളിലും സന്തോഷിക്കും. നമ്മുടെ കഷ്ടതയ്ക്ക് ശേഷം മഹത്വ ദിനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അടുത്ത ഒരു വലിയ മർമ്മം, യേശു കർത്താവിന്റെ ജയം നമ്മുടെ വിശ്വാസികളുടെ വിജയത്തിന്റെ ഉറപ്പാണ്. അഷ്വറൻസ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ യേശു കർത്താവിന്റെ ജയം വിശ്വാസികളുടെ വിജയത്തിന്റെ ഉറപ്പാണ്. 3, സ്നാനം ക്രിസ്തുവിനോടുള്ള ഏകീകരണം, യൂണിയൻ, ക്രിസ്തുവിനോടുള്ള ഏകീകരണത്തിന്റെ അടയാളമാണ്. അപ്പൊ ബാപ്റ്റിസം symbolizes identification with Christ's saving work. യേശു കർത്താവിന്റെ രക്ഷാപ്രവർത്തനത്തിൽ സകല മാനവജാതികളെയും രക്ഷിപ്പാനുള്ള തന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു അടയാളമായി, ഒരു ഐഡന്റിറ്റിയായി സ്നാനത്തെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അത് പ്രധാനമായിട്ട് ചില വിഷയങ്ങൾ നോട്ട് ചെയ്യുക. കുടുംബത്തിൽ ദൈവഭക്തിയോടും പരസ്പര ബഹുമാനത്തോടും ജീവിക്കുക. കുടുംബത്തിൽ ദൈവഭക്തിയോടും പരസ്പര ബഹുമാനത്തോടും ജീവിക്കുക. Build Christ-centered marriage life through mutual love and respect. 2, ഉള്ളിലെ വിശുദ്ധി ബാഹ്യ ഭംഗിയേക്കാളും ശ്രേഷ്ഠമാണ്. ഉള്ളിലെ വിശുദ്ധി ബാഹ്യ ഭംഗിയേക്കാളും ശ്രേഷ്ഠമാണ്. 3-ാമത്തെ വിഷയം, സഭാജീവിതത്തിൽ ഐക്യവും സ്നേഹവും പുലർത്തുക. സഭാജീവിതത്തിൽ ഐക്യവും സ്നേഹവും പുലർത്തുക. 4-ാമത്തെ കാര്യം, ദോഷത്തിന് പകരം ദോഷം ചെയ്യുവാനല്ല, ദോഷത്തിന് പകരം നന്മ ചെയ്യുക. ഡു റൈറ്റസ് ഇൻസ്റ്റെഡ് ഓഫ് അൺറൈറ്റസ്നെസ്. 5-ാമത്തെ കാര്യം, കഷ്ടതകളിൽ തളരാതെ ഉറച്ചു നിൽക്കുക. കഷ്ടതകളിൽ തളരാതെ ഉറച്ചു നിൽക്കുക. 6, നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് സൗമ്യതയോടെ വിശദീകരിക്കുക. 7-ാമത്തെ കാര്യം, യേശുക്രിസ്തു പാപത്തിന്മേലും മരണത്തിന്മേലും സാത്താന്റെ ശക്തികളിന്മേലും വിജയം നേടിയിരിക്കുന്നു.
യേശുക്രിസ്തു പാപത്തിന്മേലും മരണത്തിന്മേലും സാത്താന്റെ ശക്തികളിന്മേലും പൂർണ്ണ വിജയം നേടിയിരിക്കും. ഇങ്ങനെയുള്ള ആഴമേറിയ വിഷയങ്ങൾ ആണ് 3-ാം അധ്യായത്തിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്ക് ചാപ്റ്റർ 4-ലേക്ക് കടന്നു വരാം. 4-ാം അധ്യായം നമുക്ക് കടന്നു വരാം. 4-ാം അധ്യായത്തില് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ പോലെ കഷ്ടം സഹിച്ച് വിശുദ്ധ ജീവിതം നയിക്കുക, ഇതാണ് എന്റെ 4-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. കർത്താവിനെ പോലെ കഷ്ടം സഹിച്ച് വിശുദ്ധ ജീവിതം നയിക്കുക. സഫറിംഗ് ഫോർ ക്രൈസ്റ്റ് ലീഡ്സ് ടു ഹോളി ലിവിങ്. അപ്പം ക്രിസ്തുവിന് വേണ്ടി ഉള്ള കഷ്ടങ്ങൾ അത് വിശുദ്ധ ജീവിതത്തിന് മുഖാന്തരമായി തീരണം. ഇതാണ് എന്റെ വിഷയം. അപ്പം വാക്യം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കാണുന്നു. യേശുക്രിസ്തു ദൈവഹിതത്തിന് വേണ്ടി കഷ്ടം സഹിച്ചതുപോലെ വിശ്വാസികളും അതേ മനോഭാവം സ്വീകരിക്കണം. കർത്താവ് കഷ്ടം സഹിച്ച അതേ മനോഭാവത്തിൽ ദൈവമക്കളും കഷ്ടം സഹിക്കണം, അല്ലെങ്കിൽ അതേ മനോഭാവമുള്ളവരായി തീരണം. ഫിലിപ്പിയർ നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിലുണ്ട് കെനോസിസ് തിയറി. അവിടെ പഠിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരണം. അപ്പോൾ ഇത് പത്രോസ് വളരെ വ്യക്തം. കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ സാധ്യതയുണ്ട്. എന്നറിയാമോ? നാം പാപത്തിലേക്ക് വഴുതി പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഷ്ടത ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുമ്പോൾ നാം പാപത്തിലേക്ക് മടങ്ങിപ്പോകാതെ ദൈവഹിതപ്രകാരം ഉറച്ച തീരുമാനം കൈക്കൊള്ളണം. വിശ്വാസത്തിന് നിലനിൽപ്പിന് വേണ്ടി കഷ്ടതകൾ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുമ്പോൾ വിശ്വാസത്തിൽ വ്യതിചലിച്ചു പോവുകയല്ല, ആ കഷ്ടതയുടെ നടുവിൽ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുവാൻ ഉള്ള ഒരു ഉറച്ച തീരുമാനം. അതാണ് ഈ ആദ്യത്തെ 6 വാക്യങ്ങളിൽ പറയുന്നതായ ചില ഒരു വിഷയം. രണ്ടാമത് പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? മുൻപിലത്തെ പാപങ്ങളായ പാപവികാരങ്ങൾ, മദ്യപാനം, വിഗ്രഹാരാധന, വേറെ പല കാര്യങ്ങളും പറയുന്നു. ഈ മുതലായ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തമായ ഒരു ജീവിതം നയിക്കണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മുൻപിലത്തെ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതലുള്ളവരായി തീരണം. പാപത്തെ ഒന്ന് ഓർക്കാൻ പോലും താല്പര്യപ്പെടുന്നു. അപ്പോൾ വിശുദ്ധമായ ഒരു ജീവിതം. അപ്പോൾ പാപജീവിതത്തെ വർജിക്കുന്നവരെ ലൗകികർ എന്ത് പറയുന്നറിയാമോ? പരിഹസിക്കും. പാപജീവിതത്തിൽ നിന്ന് മുക്തി പ്രാപിച്ച്, ആ സാധാന്യ പിടിയിൽ നിന്ന് മുക്തി പ്രാപിച്ച് ജീവിക്കുന്നവരെ വേൾഡ്ലി പീപ്പിൾ, ലോക മനുഷ്യരുടെ എന്നറിയാമോ? പരിഹസിക്കും. എന്നാൽ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന ദൈവം ഉണ്ട്, അല്ലെ ദൈവമുണ്ട് എന്നുള്ളൊരു ഉറപ്പ്, അത് വലിയൊരു ആത്മീയ മുന്നേറ്റത്തിന് കാരണമായി തീരും. അപ്പോൾ പരിഹസിക്കട്ടെ, പക്ഷേ ജീവികളെ മരിച്ചവരെ നമ്മുടെ എഴുതിയിരിക്കും. അപ്പൊ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു അഷുറൻസ്, ഉറപ്പ്. ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ ദൈവത്തോടുകൂടെ നിത്യവാസം ചെയ്യും. അതിന്റെ സംക്ഷിപ്തം. സഹിച്ചാൽ കൂടെ വാഴാമെന്ന് നമ്മളൊക്കെ വായിക്കുമല്ലോ. അതന്നെ കഷ്ടത സഹിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിലേക്ക് വഴുതിപ്പോകാതെ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ദൈവത്തോടുകൂടെ ഒരു നിത്യവാസം. ഇതിനെക്കുറിച്ച്
പത്രോസ് വളരെ ശക്തമായിട്ട് പറയാം. അപ്പോൾ ഇതിന്റെ ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി കഴിയുന്നത്, അത് കഷ്ടം സഹിക്കുന്നതിൽ കർത്താവ് നമുക്കൊരു മാതൃകയാണ്. കഷ്ടം സഹിക്കുന്നതിൽ കർത്താവ് നമുക്കൊരു മാതൃകയാണ്. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ദൃശ്യമാകണം. അതാണ് രണ്ടാമത്തെ കാര്യം. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പഴയ പാപസ്വഭാവത്തിലേക്ക് പോവുകയാണെങ്കിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ പത്രോസ് വളരെ വ്യക്തമായിട്ട് കർക്കശമായിട്ട് പത്രോസ് പഠിപ്പിക്കുന്നു, രക്ഷിക്കപ്പെട്ട ജീവിതത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണ്, അദൃശ്യമാകണം. പിന്നെ അടുത്ത പോയിന്റ്, ലോകത്തിന്റെ എതിർപ്പുകൾ സ്വാഭാവികമാണ്. കാരണം ഇത് ലോകം ദുഷ്ടന്റെ അധീനയിൽ കിടക്കുകയാണ്. ലോകത്തിന്റെ എതിർപ്പുകൾ സ്വാഭാവികമാണ്. സകലരും ദൈവിക ന്യായവിധിയുടെ മുൻപിൽ നിൽക്കണം. സകലരും ദൈവിക ന്യായവിധിയുടെ മുൻപിൽ നിൽക്കണം. താൽക്കാലിക ലോക സമാധാനത്തെക്കാൾ നിത്യ ജീവനാണ് വിലപ്പെട്ടത്. താൽക്കാലിക ലോക സന്തോഷത്തെക്കാൾ നിത്യജീവനാണ് നമുക്ക് വിലപ്പെട്ടത്. ഇങ്ങനെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ശ്രേഷ്ഠമേറിയ വചനങ്ങൾ നമുക്ക് പത്രോസ് നൽകി തരികയാണ്. 7 മുതൽ 11 വരെ 7 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരാൾ വായിച്ചാണ്. 7 മുതൽ 11 വരെ. 1 പത്രോസ് 4:7 മുതൽ വായിക്കുന്നു. എന്നാൽ എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പിൻ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റസ്നേഹം ഉള്ളവരായിരിപ്പിൻ. സ്നേഹം പാവങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് അറിയാമോ, അന്ത്യകാലത്തെ മനസ്സിലാക്കി ദൈവമഹത്വത്തിനായി ജീവിക്കണം. ലിവിംഗ് ഫോർ ഗോഡ്സ് ഗ്ലോറി ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് ലോകാവസാനം വന്നിരിക്കാൻ കൂടുതൽ ഉത്തരവാദിത്വത്തോടും ജാഗ്രതയോടും ദൈവമക്കൾ ജീവിക്കണം. ഇവിടെ പല കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. ബി ഫെയ്ത്ത്ഫുൾ ഇൻ പ്രയർ. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ആത്മാർത്ഥമായ പരസ്പര സ്നേഹം നമ്മെ അന്യോന്യം ക്ഷമിക്കുവാനും പരസ്പരമുള്ള ഐക്യം നിലനിർത്താനും സഹായിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ പത്രോസ് കൊണ്ട് നിർത്തുന്നതായ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതറിയാമോ? ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ള. ആമേൻ. അതിന്റെ അടുത്ത് വേറെ കാര്യം പറയുന്നുണ്ട്. ഈ 8ാമത്തെ വാക്യത്തിൽ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ലവ് ഫീസ്റ്റ് നമുക്കറിയാം. 3 യോഹന്നാനിലേക്ക് വരുമ്പോൾ അവിടെ ഗായോസിനെ കുറിച്ച് കാണുന്നു. ഇവര് പഠിക്കാൻ കിടക്കും. അതിഥി സൽക്കാരത്തിൽ മുന്നിട്ട് നിന്ന മനുഷ്യൻ. അപ്പോൾ അതിഥി സൽക്കാരത്തിൽ നാം മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കണം. അതിഥി സൽക്കാരം അറിയാതെ ദൈവദൂതന്മാരെ പോലെ അത് സൽക്കരിച്ച സംഭവങ്ങൾ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിഥി സൽക്കാരത്തിന് വലിയ പ്രാധാന്യം. ആത്മീയ വരങ്ങൾ സഭയുടെ നന്മയ്ക്കും
മറ്റുള്ളവരുടെ സഹായത്തിനുമായി തീരത്തക്കവണ്ണം നാം വിനിയോഗിക്കണം. ഗിഫ്റ്റ്സ് ഗിവൺ ബൈ ഗോഡ്, നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ വരങ്ങൾ അത് സഭയ്ക്ക് അനുഗ്രഹമായി, എഡിഫൈങ് ദ ചർച്ച്, സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീരണം, വിശ്വാസികളുടെ ഐക്യത്തിന് കാരണമായി തീരണം, വിശ്വാസികളുടെ സന്തോഷത്തിന് കാരണമായി തീരണം, ലോകത്തിലുപരി ദൈവനാമം മഹത്വമായി പരിണമിക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ പത്രോസ് ആത്മാവിൽ നമുക്ക് എന്താ അറിയാമോ? ഈ ഇവിടെ പത്രോസിന് പദം പറയുന്നുണ്ട്. എന്താ പറയാ? അഗാപ്പെ എന്നുള്ള പദം കൊടുത്ത് ആ സ്നേഹത്തെ പോലെ ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നത് എന്തറിയാമോ? സെൽഫ് ഗിവിങ് ലവ്. നമ്മൾ അഗാപ്പെ ഗോഡ്ലി ലവ് എന്ന് പറയും, ദൈവസ്നേഹം. പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് അറിയാമോ? സെൽഫ് ഗിവിങ് ലവ്. അതിന് ഇംഗ്ലീഷ് അർത്ഥം പഠിക്കണം, കുറച്ചുകൂടെ ആഴം നമുക്ക് പിടികിട്ടും. ആ ഒരു സ്നേഹമായിരിക്കണം ദൈവമക്കൾക്കുണ്ടാകുന്നത്. യേശു കർത്താവിന്റെ സ്നേഹം അതായിരുന്നു. സെൽഫ് നമുക്കാണെങ്കിൽ സെൽഫ് ഗിവിങ്, തന്നെ കൊടുത്ത സ്നേഹം. ഈ സ്നേഹമാണ് ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്. തന്നെ സെൽഫ് ഗിവിങ് ലവ്, നമ്മളെ തന്നെ കൊടുക്കുന്ന സ്നേഹം. നമ്മളെ തന്നെ കൊടുക്കുന്ന പറയുമ്പോൾ നമുക്കുള്ളതിനെ കൊടുക്കുന്നത്, നമുക്കുള്ള ആരോഗ്യം കൊടുക്കുന്നത്, നമുക്കുള്ള സമയം കൊടുക്കുന്നത്, നമുക്കുള്ള അറിവുകളെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, കഷ്ടത്തിലിരിക്കുന്നതിനെ ആശ്വസിപ്പിക്കുന്നത്, എല്ലാം സെൽഫ് ഗിവിങ് ലവ്. ആ സ്നേഹം എനിക്ക് അടുത്തൊരു പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കരിസ്മ, അല്ലെങ്കിൽ ഗ്രീക്ക് പദങ്ങളെ കേട്ടോ. അഗാപ്പെ സെൽഫ് ഗിവിങ് ലവ്, കരിസ്മ സ്പിരിച്വൽ ഗിഫ്റ്റ്, അത് ആത്മവരങ്ങൾക്കായി കരിസ്മ എന്ന് പറയും. പിന്നെ ടു സെർവ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന കാര്യം, ഡൈക്കോണിയ, ഡെക്സാസോ ടു ഗ്ലോറിഫൈ, മഹത്വപ്പെടുന്ന മഹത്വം. ഒത്തിരി കാര്യങ്ങൾ പത്രോസ് ഈ ഭാഗങ്ങൾക്ക് നമ്മൾ വളരെ അധികാരികമായി പത്രോസ് അഴമേറിയ ദൈവിക മർമ്മങ്ങൾ പറയുക. നമുക്ക് ഇതിന്റെ 12 മുതൽ 19 വരെയുള്ള അവസാന ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ ഇവിടെ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നറിയാമോ? ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ നാം സന്തോഷിക്കണം. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വിഷയം, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുമ്പോൾ നാം അധികം സന്തോഷിക്കണം. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിൽ നാം ലജ്ജിക്കേണ്ടതില്ല. കാരണം അത് പിന്നത്തേതിൽ അനുഗ്രഹമായി തീരുകയാണ്. പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ നേരിടുന്ന പരീക്ഷണങ്ങളെ നാം ഒരു സാധാരണ സംഭവമായി കാണരുത്. ഇത്ര വലിയ കഷ്ടങ്ങൾ വന്നല്ലോ അസാധാരണമായ സംഭവമായി കാണരുത്. അപ്പൊ എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? വിശ്വാസത്തെ ശുദ്ധീകരിക്കുകയും നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം പരിശുദ്ധാത്മാവ് അവരിൽ ആശ്വാസത്തെ പകരുന്നു. എന്നിത്യാദി കാര്യങ്ങൾ ഈ പാരഗ്രാഫിൽ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. എന്നാൽ കൊലപാതകം, മോഷണം, ദുഷ്പ്രവർത്തികൾ എന്നിട്ട് അനുഭവിക്കുന്ന കഷ്ടതകളുണ്ട്. എന്നാൽ ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, ക്രിസ്ത്യാനി എന്ന കാരണത്താൽ നമ്മിൽ കഷ്ടം വന്നാൽ നാം ഭയപ്പെടാതെ ലജ്ജിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരണം. ദൈവം വിശ്വസ്തനെണ്ണി നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. നമ്മെ ദൈവം വിശ്വസ്തനെണ്ണി, നമ്മെ വിശ്വസ്തനെണ്ണിയത് കൊണ്ട് ഫെയ്ത്ത്ഫുൾ, ആ നാം വിശ്വസ്തരെന്ന ദൈവം എണ്ണിയത് കൊണ്ട് നന്മ ചെയ്യുന്നതിൽ നാം ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. അപ്പൊ ഈ ഭാഗത്ത് പ്രത്യേകമായി ചില വിഷയങ്ങളെ കുറിച്ച് പത്രോസ് ആഴമേറിയതിൽ പറയുന്നു. കർത്താവ് കഷ്ടം സഹിക്കുന്നതിൽ കർത്താവ് നമുക്കൊരു മാതൃകയാണ്. ഒന്നാമത്തെ വിഷയം, കഷ്ടം സഹിച്ചതിൽ
സഹിക്കുന്നതിൽ കർത്താവ് നമുക്കൊരു മാതൃകയാണ്. 2, ക്രിസ്തുവിന് വേണ്ടി നാം കഷ്ടം സഹിക്കുമ്പോൾ നാം സന്തോഷിക്കണം. 3, പരീക്ഷണങ്ങൾ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമാണ്. 4, കഷ്ടതയിലും നന്മ ചെയ്യുന്നത് നാം തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ പൂർണ്ണ ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം. എല്ലാ സാഹചര്യങ്ങളിലും ദൈവനാമത്തിന് മഹത്വം നാം അർപ്പിക്കണം. കഷ്ടതയിലും പാടണം, നഷ്ടം അതിൽ കൊണ്ടാടണം. കഷ്ടതയിലും പ്രതിസന്ധികളിലും ഒക്കെ നാം സന്തോഷിക്കണം. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയ 5 പ്രാവശ്യവും പറയുന്നത്, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. സന്തോഷിക്കുക, കഷ്ടതയിൽ തന്നെ സന്തോഷിക്കുക. അപ്പൊ ഈ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തുവിനെ പോലെ, യേശു കർത്താവിനെ പോലെ വിശുദ്ധമായി ജീവിക്കുകയും ദൈവം നൽകിയതായ വരങ്ങളാൽ, നിങ്ങളെ പറയാം, ക്രിസ്തുവിനെ പോലെ വിശുദ്ധമായി ജീവിക്കുകയും ദൈവം നൽകിയ വരങ്ങളാൽ മറ്റുള്ളവരെ സേവിക്കുകയും ക്രിസ്തു നിമിത്തമായുള്ള കഷ്ടങ്ങളെ സന്തോഷത്തോടെ സഹിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ. 4-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ക്രിസ്തുവിനെ പോലെ വിശുദ്ധമായി ജീവിക്കുകയും ദൈവം നൽകിയ വരങ്ങളാൽ മറ്റുള്ളവരെ സേവിക്കുകയും ക്രിസ്തു നിമിത്തമായുള്ള കഷ്ടങ്ങളെ സന്തോഷത്തോടെ സഹിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ. അങ്ങനെ 3-4 അധ്യായങ്ങൾ വളരെ ആഴമേറിയ ചിന്തകൾ പത്രോസ് നമുക്ക് നൽകിത്തരും.